ഹലോ കൂട്ടുകാരെ, കുറേ കമൻസ് ഡി എം റിലേറ്റഡ് ആയിട്ടാണ് ഈ ഇടയ്ക്കായിട്ട് വരുന്നത്. അതായത് ഡി എമ്മിൻ്റെ അവേക്കനിങ്, ഡി എം അവേക്കൻ ആവോ ഇല്ലയോ, അവർ അംഗീകരിക്കുമോ, ഡിവൈൻ ഫെമിനൈനെ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അവരുടെ കൗണ്ടർ പാർട്ട് എന്നറിയുമോ, അല്ലെങ്കിൽ ഇതെപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ ഹീലിങ്ങിൽ തന്നെ ഇരിക്കണോ എന്നൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ്. അപ്പം അതിനൊരു ആൻസറായിട്ടാണ് ഈ ഒരു ഷോർട്സ് ചെയ്യുന്നത്. ലോകം സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്ന ഒരു സോളിന് മിറർ തന്നെയാണ്. അല്ലാത്ത സോൾസിന് മിററാണ്, എന്നാൽ അവർ റിയലൈസ് ആവുന്നില്ല. എന്നാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മളുടെ അൾട്ടിമേറ്റ് മിറർ എന്ന് പറയുന്നത് നമ്മളുടെ കൗണ്ടർ പാർട്ട് തന്നെയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് കണ്ണാടിയിൽ റൈറ്റ് സൈഡ് ആയിരിക്കും അല്ലേ. ദ സെയിം വേ നമ്മൾ മിറർ ചെയ്യുന്ന ആളാണ് നമ്മളുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നമ്മുടെയൊക്കെയും പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെയൊക്കെയും ബിലീഫ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ, ആസ് എ അതർ റിലേഷൻഷിപ്പ്, അതായത് മറ്റുള്ള ഒരു റിലേഷൻഷിപ്പിനെ പോലെ, ഒരു കാർമിക് റിലേഷൻഷിപ്പിനെ പോലെ, ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പിനെ പോലെ നമുക്ക് എല്ലായ്പ്പോഴും ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹാളിനെ ആയിരിക്കാം നമ്മൾ കണ്ടതും കേട്ടതും വളർന്നതും ഒക്കെ. പക്ഷേ ഈ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മളെ ഹീലാക്കാനും കൂടിയാണ് അവർ നമ്മൾക്ക് ട്രിഗേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഹീലിംഗ് ഇത്രയും പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിക്ക് എന്തുകൊണ്ടാണ് ഞാൻ മാത്രമേ ഹീൽ ആവത്തുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ ഈഗോ സെൽഫാണ്. ഓഫ് കോഴ്സ് അത് എല്ലാ ഫെമിനൈൻ എനർജീസിനും ഒരു സ്റ്റേജ് കഴിയുന്നിടം വരെ ആ ഒരു ഈഗോ കാണും. അവർ അവേക്കൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ കാണും. ഇവിടെയാണ് സറണ്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ ജേർണിയിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഇതൊരു സോൾ ജേർണിയാണ്. സോൾ ജേർണി എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ജേർണിയാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ജേർണി കംപ്ലീറ്റ് ചെയ്യുക. അതായത് രണ്ട് കൗണ്ടർ പാർട്സും അവരവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹീലിംഗ് വർക്ക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ബിയോണ്ട് റൊമാൻസ് ഒരു സ്പിരിച്വൽ വേയിലുള്ള പർപ്പസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ആദ്യത്തെ കാര്യം, നിങ്ങൾ ഒരു ട്രൂ ട്വിൻ ജേർണിയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ റിഫ്ലക്ഷൻ, ഈ പറഞ്ഞ പോലെ കണ്ണാടിയിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു റിഫ്ലക്ഷൻ അവരിലും ഇന്റേർണലി വരും. എക്സ്റ്റേർണലി അത് 3Dയിലേക്ക് ആ ഒരു എനർജീനെ ഗ്രൗണ്ട് ചെയ്യുന്നത് ഡിവൈൻ മസ്കുലൈൻ ലാസ്റ്റിലായിരിക്കും, ജേർണിയുടെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇവിടെ എഗെയിൻ നമ്മളൊരു ടൈം പീരീഡ് വെച്ചിട്ട് വർക്ക് ചെയ്യരുത്. അവർ അവേക്കൺ ആവണമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യരുത്. നമ്മളുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡിവൈനിൽ മെർജ് ആകുക. ആ ഒരു ദൈവമാണ് നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. താങ്ക് യു.